അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ആദാബുൽ കസ്ബുൽ മആശിലെ ഫസ്ലുൻ ഫീ ബയാനിൽ അദ്ലി വൽ ഇഹ്സാൻ വജിത്നാബി ദുൽമി വൽ മുആമലാത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. അതിൻ്റെ ഒരു ഖണ്ഡികൻ്റെ ഇടയിലാണ് നമ്മൾ വെച്ചിരുന്നത്. 96-ാം പേജിലെ അവസാനത്തെ രണ്ടാമത്തെ ഖണ്ഡിക വയംബഗി അൻ യുഹ്സിന, അതാണ് കൊടുക്കാനുള്ളത്. ഇനി മുആമലാത്തിലെ മറ്റൊരു അദബ്, നീതിയും നൈതികതയും ഒക്കെ പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു അദബാണ് യംബഗി അൻ യുഹ്സിന. ഒരാൾ ഇഹ്സാൻ ചെയ്യണം, കച്ചവടത്തിൽ നന്മയുള്ളവനായിരിക്കണം. എന്താണ് നന്മ? വഹുവ അല്ലാ യുഗ്ബിന ഗൈറഹു, മറ്റൊരാളെ നഷ്ടത്തിൽ ചാടിക്കാതിരിക്കുക. ഇവൻ കച്ചവടം ചെയ്ത് വേറൊരാൾ പെടരുത്. അതായത് ഒരു സാധനം വാങ്ങിയിട്ട് ഒരാൾ പിന്നെ പോയിട്ടടാ ഞാൻ പൊട്ടടാ മാണ്ടില്ലേനി എന്ന് പറയും. ചിലപ്പോൾ സാധനത്തിന് വില കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ വസ്തു ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഇവൻ എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും ഒരുത്തിൻ്റെ തലേക്ക് ഇതിട്ട് മഹാനഷ്ടം പറ്റി. എന്ത് ബറക്കത്താണ് ഈ കാശ് കൊണ്ടുണ്ടാകുക? ആ മനുഷ്യൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പിരാവും. ഇവിടെ ഇതാണ് ഇപ്പോൾ നമ്മളെന്ത് ചെയ്യുക, മക്കളെ പോറ്റാൻ ഉപയോഗിക്കണ കാശ്. ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ. ഒരാളെ നഷ്ടം പറ്റിക്കരുത്. അത് ബിമാലം തജരിൽ ആദത്തു ബിമിസ്ലിഹി, അത്തരം നഷ്ടം സാധാരണ നിലക്ക് നടക്കുന്നതല്ല. ഇപ്പോൾ ചെറിയ നഷ്ടം കച്ചവടത്തിൽ ചിലപ്പോൾ പറ്റിയെന്നൊരു ആരായാലും, പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യന്മാർ സഹിക്കാത്ത അത്രയും നഷ്ടം ഒരാൾക്ക് വരുത്തി വെക്കരുത്. അതുപോലെ ഒരു മുസാഹലത്തു ഫിൽ ബൈഇ വശറായി മന്ദൂബൻ, കച്ചവടത്തിലും വാങ്ങണേലും രണ്ടിടത്തും ആൾ വളരെ സിമ്പിളാവുക. മുസാഹലത്ത് അത് സുന്നത്തായ കാര്യം, മന്ദൂബൻ ഇലൈഹ അത് പ്രത്യേകം സുന്നത്തായ കാര്യം. ഒരുത്തൻ്റെ സാധനം ഇങ്ങോട്ട് വാങ്ങാനും ഇങ്ങോട്ട് അല്ലെങ്കിൽ വിൽക്കാനൊക്കെ ഭയങ്കര പണിയാണ്. അത് ഇങ്ങോട്ട് കുറേ കുത്തിയും കൊണ്ടൊന്നും ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുക, അതൊരു ശരിയായ രീതിയൊന്നുമല്ല. വളരെ സിമ്പിളാകുക കാര്യങ്ങളൊക്കെ. ഇതാണ് ഖാല അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു റഅൻ സഹലൽ ബൈഇ സഹലൽ ശിറായി സഹലൽ ഖളാഇ സഹലൽ ഇഖ്തിലാഅ്. അള്ളാഹു ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്യട്ടെ. സഹലൽ ബൈഇ കച്ചവടം സിമ്പിളായ ആൾ, ശിറാഅ് വാങ്ങൽ സിമ്പിളായ ആൾ, വിധിക്കൽ സിമ്പിളായ ആൾ, വിധി ആവശ്യപ്പെടൽ സിമ്പിളായ ആൾ, എല്ലാം വളരെ സിമ്പിളാണ് ആൾ. ഒന്നിനും ടൈറ്റും പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ സിംപ്ലിസിറ്റിയോട് കൂടി ജീവിക്കുന്ന ഒരാൾ, അവൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് വിധങ്ങൾ ദ്വാരക്കാണ്. അപ്പം ഫമനഖ്തനബ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ സമ്പാദിച്ചവൻ. അപ്പോൾ ഇങ്ങനെ സഹിലായ ആളാവുമ്പോൾ ഈ ദുആ സമ്പാദിച്ചവനായി അവൻ യകൂനു ഫീ മുആമലത്തിഹി, അവൻ്റെ ഇടപാടിൽ അവനാകും, ഓനുണ്ടാകും. യകൂനു ഫീ മുആമലത്തി, ഓൻ്റെ ഇടപാടിൽ അവനുണ്ടാകും റിബ്ഹു ദുനിയ വൽ ആഖിറ, ദുനിയാവിലെ ആഖിറത്തിലും ലാഭം ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊന്നും എവിടെയും പോയി കുടുങ്ങൊന്നുമില്ല. ഓന് ദുന്യാവിലും കുടുങ്ങൂല, ആഖിറത്തിലും കുടുങ്ങൂല. പ്രത്യേകം ആലോചിക്കണം. എന്നാൽ വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു അവസരത്തിൽ പറഞ്ഞു, മൻ അൻളറ മുഅ്സിറൻ ഔ തറകഹു ലഹു ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ. മൻ അൻളറ മുഅ്സിറൻ, മുഅ്സിറായ ഒരാൾക്ക് ഒരാൾ താമസം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഫൈൻ കാന ദു ഉസ്റത്തിൻ ഫനദറത്തുൻ ഇലാ മൈസറ എന്നൊരായത്ത് കാണാൻ സൂറത്തുൽ ബഖറയിൽ ആൽ ഇംറാനിലായിട്ട് ഉണ്ടാവും. ഒരു കടം വാങ്ങിയ ആൾ മുഅ്സിറാണെങ്കിൽ, വളരെ പ്രയാസപ്പെടുന്നവനാണെങ്കിൽ അവന് കുറച്ചും കൂടി അവധി നീട്ടിയെടുക്കലും വാജിബ. ഒരാളൊരു കടം വാങ്ങി അടുത്ത മാസം 15-ാം തീയതി തരാമെന്നാ, പക്ഷേ 15-ാം തീയതി അപ്പോൾ ഇവൻ്റെ അടുത്ത് ഒന്നുമില്ല, സാധുവിൻ്റെ അടുത്ത് ഒന്നുമില്ല, ഒന്നുമില്ലാത്ത ആളാണ്. ഇത് ഇവനെ അറിയും ചെയ്യും. പിന്നെ അവനെ ഇടങ്ങാറാക്കല, സമയം 2 ആഴ്ചയും കൂടി നീട്ടിയിട്ട് കൊടുക്കുക. അത് ചെയ്യേണ്ട കാര്യമാണ്. അതാണ് മുഅ്സിറായ വ്യക്തിക്ക് ഒരാൾ ഒന്നും കൂടിയും എന്ത് ചെയ്തു, അവധി നീട്ടിയിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഓനോട് ഒഴിവാക്കി തറക്കവും അത് ജയിച്ച് തരണ്ടാറിന് ഇപ്പം അങ്ങനെ ഇടങ്ങറിഞ്ഞിപ്പോൾ വേണ്ട. ആ ആളെ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ, അള്ളാഹു വളരെ സിമ്പിളായ ഹിസാബായിരിക്കും അവനെ ചെയ്യാം. മഹ്ശറ ഹിസാബ് ചെയ്യുമ്പോൾ ഒരു നിലക്ക് ഇടങ്ങാറാക്കണ ഹിസാബ് ഉണ്ടാവില്ല. ഹിസാബുൻ യസീർ, ഹിസാബുൻ യസീറാണ് സംഭവമുണ്ട്. നമ്മൾ നേരത്തെ അതിൻ്റെ ഭാഗത്തിലും പറഞ്ഞിട്ടുണ്ടാവും. യസീറായ ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താ, പഠിച്ചവനിങ്ങനെ ഓനെ വിളിച്ചായിട്ട് ഓൻ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കാം. അതൊക്കെ ഈ ചെയ്തതാട്ടോ, ഏതായാലും ഇപ്പോൾ ഈ പൊയ്ക്കോ, ഞാൻ ഇപ്പോൾ കാട്ടണില്ല, കഴിച്ചിലായി. അല്ലാതെ അള്ളാഹുത്തല ഓരോന്നും ഇങ്ങനെ കണക്ക് വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി ആർക്കാ മറുപടി പറയാൻ കഴിയുക? അത് ഭയങ്കര ഹിസാബാണ്. ഇവന് ഹിസാബും യസീറേ ഉണ്ടാവുള്ളൂ. കാരണം മുഅ്സിറായ വ്യക്തിക്ക് അവനെ വിട്ടുവെച്ച് ചെയ്തു കൊടുത്തു എന്നുള്ളതുകൊണ്ട്. വമിനൽ ഇഹ്സാനി, ഇഹ്സാനിൽപ്പെട്ടതാണ്, കച്ചവടത്തിലെ ഇഹ്സാനിൽപ്പെട്ടതാണ് അൻ യഖീല മൻ യസ്തഖീലുഹു, ഒഴിയാൻ ആവശ്യപ്പെടുന്നവന് ഒഴിഞ്ഞു കൊടുക്കുക. അത് വേറൊരു ഇഹ്സാനാണ്. ഒരു കച്ചവടം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവനും ഒരുത്തനെ വേണ്ടില്ലേന്ന് വെച്ചു, അവൻ കച്ചവടം ഒയ്യാൻ തീരുമാനിച്ചു. ഒയ്യാൻ ആയിക്കോട്ടെ, ഒയ്യ. അല്ലാതെ വാ ഇജ്ജ് ഉറപ്പിച്ച കച്ചവടം ഞാൻ ചോദിക്കൂല, ഇവിടെ
ഇഞ്ഞയിമെന്ന് വേറെ നടത്താനല്ല, നമ്മൾ ഉറപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യും? അത് നേരത്തെ പറഞ്ഞ സഹലാവുക എന്ന് പറഞ്ഞില്ല, അതിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒയ്യായിക്കോട്ടെ എന്നാ ഒയ്യ, അതിനേക്കാൾ അവസരം കൊടുക്കുക, ഒരാളെ ഇടങ്ങാറാക്കണ്ട. അതുകൊണ്ടൊന്നും ഇപ്പോൾ ദുന്യാവൊന്നും സംഭവിക്കൊന്നുമില്ല. ദഖാല അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾ പറഞ്ഞു, മൻ അഖാല നാദിമൻ സഫഖതഹു അഖാലല്ലാഹു തആല അസ്റതഹു യൗമൽ ഖിയാമ. ഒരു ഖേദിച്ച ആക്കൊരാൾ മടക്കി കൊടുത്താൽ സഫഖതഹു, തൻ്റെ ഇടപാടിനെ, ഒരു ഇടപാട് നടത്തി വേണ്ടില്ലേനി നാവുമ്പോഴാണല്ലോ ഒരാൾ വയ്യാൻ വരിക. ആ സമയത്ത് ആ ഇടപാട് അവനോട് ഒഴിച്ചെടുത്തു. എന്നാൽ അഖാലല്ലാഹു അസ്റതഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ വീഴ്ചകളെയും അള്ളാഹു തആല മടക്കിയെടുക്കും. നമുക്ക് എന്തൊക്കെ വീഴ്ചകളുണ്ട് ദുന്യാവിൽ, അള്ളാഹു പറഞ്ഞ മാതിരിയാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ വിട്ടുവരില്ല എന്ന് പറഞ്ഞിട്ട് മഹ്ശറ ചോദ്യം ചെയ്താൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെയാണ് അള്ളാഹ് അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യന്, സാധാരണ മനുഷ്യന്മാർക്ക് അവർക്ക് പ്രയാസം ലഘൂകരിച്ച് കൊടുക്കുക. ഒരുത്തരം ഇടപാട് നടത്തി ഓണത് ഒയ്യാനാ, എന്നാൽ ആയിക്കോട്ടെ ശരി, ഒഴിച്ചു കൊടുക്കുക. ഇവൻ്റെ ഇത്തരം എത്രയോ പ്രയാസങ്ങൾ മഹ്ശറയിൽ അള്ളാഹ് അങ്ങനെ ഒഴിവാക്കി കൊടുക്കും. ഇതിൻ്റെ പേരിൽ അത് അമൻ അഖാല നാദിമൻ സഫഖതഹു, ഒരു വിഷമിച്ച ആൾക്ക് അവൻ്റെ ഇടപാടിനെ ഒരാൾ മടക്കി കൊടുത്താൽ അഖാലല്ലാഹു തആല അസ്റതഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ വീഴ്ചകളെ അള്ളാഹു തആല ഇങ്ങനെ മടക്കി കൊടുക്കുന്നതാണ്. ഫസലുൻ, ഒരു ഫസലും കൂടി, ആ ഫസൽ തീർക്കാം. വയംബഗി, അത്യാവശ്യമാണ്, അല്ലാ തുശ്ഗലക തിജാറത്ത്, ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞത് കച്ചവടം നിന്നെ ശോലാക്കാതിരിക്കണം. കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, കച്ചവടം എന്നുള്ളതൊരു ഷോലായി മാറരുത്. 24 മണിക്കൂറും ആയിമ്മ എന്നെ വേറെ ഒന്നിനും ഓനെ കിട്ടൂല. അത് ഇങ്ങോട്ട് അവിടെ ഉണ്ടാക്കൽ, അവിടെ സാധനം ഇറക്കൽ, അങ്ങനെ ആക്കൽ, ഇങ്ങോട്ട് പോകൽ, ഇത് തന്നെ ഒരു പരിപാടി. ഓരോ ഷോലും അതാണ്. നിക്കേശാനും പോകില്ല, ജമാഅത്തിനുണ്ടാവില്ല, സ്വലാത്തിനും ഉണ്ടാവില്ല, ഇനി കുടുംബത്തിലും വല്ല കല്യാണം അതൊക്കാറുണ്ടെങ്കിൽ അതിനും ഉണ്ടാവില്ല. ഓൻ കച്ചവടത്തുമ്പോൾ ഇങ്ങോട്ട് കെട്ടിമറിയാണ്. അതാണ് അല്ലാത്ത ഷോല കത്തിച്ചാറ. കച്ചവടം ഒരാളെ അങ്ങനെ അങ്ങോട്ട് ഷോലാക്കരുത്. അങ്ങോട്ട് ഓൻ എന്ത് ചെയ്യും? ഫത്തുലുബ റിബഹു ഫി ദുന്യ, ദുന്യാവിലെ ലാഭം അങ്ങനെ അതുകൊടും. തുബൈവ സൽമാനി ഫിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള മൂലധനം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അത് ചെയ്യരുത്. ഒരു കച്ചവടം ചെയ്ത് ദുന്യാവ് കുറേ ലാഭം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഇപ്പം ഒരാൾക്കിപ്പോൾ എന്ത് ലാഭം? നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ വയനാട്ടിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇതൊക്കെ അല്ല ഇപ്പം നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞത്. കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഉടനെ ഇതൊക്കെ പോകാമെന്നറിയില്ല. അന്തിക്ക് കടന്നുറങ്ങുന്ന ആൾക്കാർ നേരം പൊടുത്തോർക്ക് നീച്ചാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. ദുന്യാവും പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാ കൃഷിയും കച്ചവടമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ദുന്യാവിൻ്റെ അവസ്ഥ. അപ്പോൾ ദുന്യാവിലെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നട്ടോട്ടത്തിൽ ആഖിറത്തിലെ മൂലധനങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫതുഖ്സറു ഖുസ്റാന മുബീന, വളരെ വ്യക്തമായ നഷ്ടമൂലം പറ്റും. അപ്പോൾ ഫൽ തക്കുൻ നിയ്യത്തുക മിന തിജാറ, കച്ചവടത്തിൽ നിൻ്റെ നിയ്യത്താവണം അൽ കസ്ബു ഫീ ത്വലബിൽ ഹലാൽ, ഹലാൽ തേടാനുള്ള ഒരു ജോലി എന്നുള്ളതാവണം. എന്തിനാണ് കച്ചവടം ചെയ്യുന്നത്? എനിക്ക് ഹലാൽ കിട്ടണം, എൻ്റെ പെണ്ണുങ്ങളെ മക്കളെ പോറ്റാൻ ഹലാലായ സമ്പത്ത് കിട്ടണം, അതിനുള്ളൊരു ജോലി. വത്തഅഫുഫാനി സുആൽ, ആൾക്കാരോട് ചോദിക്കലിനൊത്തിട്ട് വിട്ടുക. നമുക്കെന്തേ ആവശ്യം ഉണ്ടാകുമ്പോൾ ആൾക്കാരോട് ഇങ്ങനെ കൈചാട്ടി അരുന്ന് വാങ്ങുക, പിരിവിടേണ്ടി വരിക, അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതിനൊക്കെ ഒന്ന് മാറ്റം ഉണ്ടാവുക. അതിനാണ് ഞാൻ കച്ചവടം നടത്തുന്നത്. വതഹ്സീലു സാദി, ഭക്ഷണം ഉണ്ടാവുക. എന്തിനുള്ള തതഫറഖ ബിഹി ലിത്വലബിൽ ആഖിറ, ആഖിറം തേടാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ഭക്ഷണം നമുക്ക് കിട്ടണം. നമ്മളതിങ്ങനെ വേറൊരുത്തൻ്റെ ഭക്ഷണം ചോദിച്ചിങ്ങനെ നടക്കുന്ന അവസ്ഥ വരരുത്. അപ്പോൾ എനിക്ക് ആഖിറത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം, അതിനാവശ്യമുള്ള ഭക്ഷണം എനിക്ക് വേണം, ആൾക്കാരുടെ ഇറന്നടക്കാൻ കഴിയൂല, ഒരു ജോലി വേണം, അതിനാണ് കച്ചവടം. ഈ ലക്ഷ്യമായിരിക്കണം. വഅലം, നീ അറിയുക, അന്ന സലഫ് റളിയല്ലാഹു തആല അൻഹും, മുൻഗാമികളായ സൂഫിയാക്കളായ പണ്ഡിതന്മാർ, മുൻഗാമികളായ നമ്മുടെ മാതൃകായോഗ്യരായ മുൻഗാമികൾ, കരിഹു, അവർ വെറുത്തിരുന്നു, അഖ്ദൽ ഉജ്റത്തി, കൂലി വാങ്ങൽ വെറുത്തിരുന്നു, അലാമാ ഹുവ മിൻ ഖബീലിൽ ഇബാദാത്ത്, ഇബാദാത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഒരു കൂലി വാങ്ങൂലായിരുന്നു. നമ്മളെ മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. ഇബാദത്തുകൾക്ക് കൂലി വാങ്ങൂല. ഇപ്പം തൊഴിലുകളെക്കുറിച്ചാണ് മൊത്തം പറയുന്നത്. ഇപ്പോൾ കച്ചവടം മറ്റൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ്. ഇനി ഇബാദത്ത് തൊഴിലാക്കി വെക്കുന്ന ആൾക്കാർ, അതിനൊന്നും കൂലി വാങ്ങൂലായിരുന്നു മുൻഗാമികൾ. പ്രധാന അതുപോലെ ഫർള് കിഫായകൾ, പ്രധാന ഓഗസിൽ അമ്പാത്തി മയ്യത്തുൽപ്പിക്കുക. മയ്യത്തുൽപ്പിക്കൽ ഫർള് കിഫല്ലേ, നാട്ടിലൊരാൾ ചെയ്യണം. അപ്പോൾ മയ്യത്തുൽപ്പിച്ചതിന് പൈസ വാങ്ങൂല, കാരണം അത് ഫർള് ചെയ്യാണ്. ഒരാൾ നിർബന്ധമായ കാര്യം ചെയ്യണതിന് പൈസ വാങ്ങാൻ പറ്റുമോ? അവരെ ദഫ്നി, മയ്യത്ത് മറയ്യ, വൽ അദാനി, ബാങ്ക് കൊടുക്കുക, തറാവീ നിസ്കരിക്കുക, ഇത്തരം കാര്യങ്ങൾക്കൊന്നും എന്താവില്ല, പൈസ വാങ്ങൂല. അതായിരുന്നു മുൻഗാമികളുടെ രീതി. ബാങ്ക് കൊടുക്കുകയാണ് വലിയൊരു ഇബാദത്തല്ലേ, ആ ഇബാദത്തിന് എങ്ങനെ കാശ് വാങ്ങുക? തറാവീ നിസ്കരിച്ചതിന് പോലെ എന്തായാലും നിസ്കരിച്ചേണ്ടിയല്ലേ, അതിനെങ്ങനെ പൈസ വാങ്ങുക? ഇങ്ങനെ ഇതായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ. നമുക്കിപ്പോൾ തന്നെ സംശയം തുടങ്ങുന്നുണ്ടാവും, പിന്നെ അപ്പം ഇങ്ങനെ ഇപ്പോൾ ഇതിനൊക്കെ കായ് കൊടുക്കുക.
അത് ഈ നമ്മൾ ഈ ശമ്പളം വാങ്ങുമ്പോൾ തന്നെ കരുതേണ്ട ഒരു വിഷയം, ബാങ്ക് കൊടുത്തതിന് ശമ്പളം എന്നുള്ളത് വെക്കരുത്. ബാങ്ക് കൊടുക്കൽ ഒരു വിഭാഗത്താണ്, ഓൻ ചെയ്യേണ്ട കാര്യമാണ്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരാളെ മോചനായി പള്ളി നിർത്തുമ്പോൾ അയാൾ 24 മണിക്കൂറും പള്ളിയിൽ വേണം. അവിടെയാണ് പ്രശ്നം. അതിനാണ് നമ്മൾ കൂലെടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ തറാവീസ് കയറിച്ചെന്നാണ് അയാൾക്ക് ഏത് പള്ളിയിൽ നിന്ന് നിൽക്കരിച്ചൂടെ? ഈ പള്ളിയിൽ ഈ മിറാബിൽ തന്നെ അയാളൊന്നും നിൽക്കരിച്ചണമെന്നുണ്ടോ? അത് നമ്മളാക്കണ പണിയാണ്. അതിനാണ് ശമ്പളം വരുന്നത്. ഓക്കെ. പിന്നെ ഇതാക്കാന യുരീദുബി തിജാറത്തി, അപ്പോൾ ഒരാൾ തൻ്റെ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ മാ ഖദ്ദംനാഹു, ഈ മുകളിൽ പറഞ്ഞത്. ഇപ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരു ഹലാലായ ജോലി, ആളുകളോട് ചോദിക്കലിൽ നിന്ന് വിട്ടു നിൽക്കുക, എനിക്ക് ഉള്ള ജാത് ഭക്ഷണമൊക്കെ എനിക്ക് ഉണ്ടാക്കുക, ഈ ലക്ഷ്യം മാത്രം ഒരാൾക്ക് കച്ചവടം കൊണ്ടുണ്ടെങ്കിൽ ഫലാ യശ്ഗലുഹു സൂഖു ദുന്യാവിൻ്റെ അങ്ങാടി, ചന്ത അവനെ ശോലാക്കൂല അൻസൂഖിൽ ആഖിറ, ആഖിറത്തിലെ ചന്തയെ തൊട്ട്. ഈ പറഞ്ഞ ലക്ഷ്യമുള്ളൊരു കച്ചവടക്കാരന് ദുന്യാവിലെ മാർക്കറ്റും അങ്ങാടിയുമെന്നും ആഖിറത്തിലെ മാർക്കറ്റ് ശ്രദ്ധിക്കാതിരിക്കുന്ന സാഹചര്യം അതുകൊണ്ടുണ്ടാവില്ല. ഏതാ ഈ ആഖിറത്തിൻ്റെ മാർക്കറ്റ്? ഹുൽ മസാജിദ്, പള്ളിയാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ചില ആളുകളെപ്പറ്റി അള്ളാഹു തആല പറഞ്ഞു, അവരെ കച്ചവടമോ മറ്റു ഇടപാടുകളോ ഒന്നും അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് അവർക്ക് ലഘുവുണ്ടാക്കൂല, ശ്രദ്ധകേടുണ്ടാക്കൂല എന്ന്. അത് വല്ലാത്തൊരു വർത്താനാണ്. അപ്പോൾ നല്ല കച്ചവടത്തിനാണ്, വലിയ ബിസിനസ്സിലാണ്, പക്ഷേ അതൊന്നും ദിക്റുല്ലാഹിക്ക് ഒന്നും തടസ്സാവില്ല. വാങ്ങ് കൊടുത്താൽ ഉടനെ പള്ളിക്ക് എത്തും, നിസ്കാരം കൃത്യമായി നടക്കും, സുന്നത്ത് നിസ്കാരം നടക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കും, കച്ചവടം നടക്കും. അതാണ് ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുടെ രീതി എന്ന് ഖുർആൻ തന്നെ പറയാണ്. എങ്ങനെയാണ് ഈ ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായാൽ? വദാലിക ബി അൻ യുലാസിമ മിൻ അവ്വലി സുബ്ഹി ഇലാ വഹബത്തിൻ നഹാർ. അവ്വൽ സുബ്ഹ് മുതൽ ളുഹാ സമയം വരെ അവൻ പിന്നെ ലാസിമാക്കും, അവൻ പിടിക്കും അൽ മസാജിദ, പള്ളികളെ. സുബഹിൻ്റെ മുമ്പ് പള്ളിക്കെത്തും ഒരു ളുഹാ സമയം വരെ. കാരണം സുബഹി കയറിച്ചാണ്ട് ശേഷം ദിക്റല്ലാണ്ട് ഖുർആൻ ഓതാണ്ടാവും, ളുഹാ സ്കരിച്ചാണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി രാവിലത്തെ കുറച്ച് സമയം മാറ്റി വെക്കും. എന്നിട്ട് പോയി ഇർജിഉ ഇലൈഹാ ഇൻദൽ ഫറായിദ് സ്വലാത്തി, പിന്നെ ഫർദ് നിസ്കാരത്തിന് നേരത്തൊക്കെ പള്ളിക്ക് തിരിച്ചു വരും, ബാക്കി നേരത്തൊക്കെ കച്ചവടത്തിലും ഉണ്ടാവും. രാവിലെ കുറച്ച് സമയം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. പിന്നെ ദൂറാൻ കൊടുക്കുമ്പോൾ അപ്പം പള്ളിക്ക് എത്തും, അസ്സലാം കൊടുക്കുമ്പോൾ എത്തും, മരിബാൻ കൊടുക്കുമ്പോൾ എത്തും, ഫർദ് നിസ്കരിക്കാൻ വേണ്ടി കൃത്യമായത്തും വരും. ഇതായിരിക്കും അങ്ങനത്തെ ഒരു കച്ചവടക്കാരൻ്റെ ശൈലി. ഫകുല്ലമ അഖറഅൽ അദാനു സമഅഹു, ബാങ്ക് അവൻ്റെ ചെവിടിൽ മുട്ടുമ്പോഴൊക്കെയും യത്റുക്കു മാ ഹുവ ഫീഹി മിനൽ മുആമലാത്ത്, അവൻ നിൽക്കുന്ന ഇടപാടിനെ അവൻ ഒഴിവാക്കും. അദ്ദുന്യവിയ, ദുന്യവിയായ എന്ത് ഇടപാടിലാണുള്ളത് അതാണ് നിർത്തിയേക്കും. ഇങ്ങോട്ട് നേരെ നിസ്കരിച്ചാനായിട്ട് വരും. അപ്പോൾ അങ്ങോട്ട് കേട്ട് ഉടൻ പിന്നെ മറ്റു പരിപാടിയൊക്കെ നിർത്തി മാറ്റിനെ പള്ളിക്കടത്തും. ഇതാ കാന ബാബുഹും, മുൻഗാമികളായ ചില ഉലമാ ഇങ്ങനെ ആയിരുന്നതാ. ഇതാ സമയമല്ലതാന, ഒരു ബാങ്കട് കേട്ടാൽ എത്രത്തിൽ വഖദ് റഫഅൽ മിത്രഖത്ത, അവർ മിത്രഖത്ത് എന്നാൽ നമ്മളെ ഈ ആമറുണ്ടല്ലോ, നമ്മൾ ഈ മേടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അമറാണ് മിത്രഖത്ത്. അതുപോലെ പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സാധനം, ഒരു ജോലി ചെയ്യുന്ന ആളാണ്, ഒരു കൊല്ലനാണ് നിൽക്കുക, അവനിങ്ങനെ ഈ ഇതിന്മേൽ മേടാൻ വേണ്ടി ആമർ ഇങ്ങോട്ട് പൊന്തിച്ചു. അപ്പോൾ ആ ബാങ്കട് കേട്ട് ലാ യുഖിഹ, അതോ പിന്നെ മേടൂല, അതവിടെ വെക്കും, അങ്ങനെ നിൽക്കിച്ചാനോട് പോകും. പൊന്തിച്ച ആമർ പോലും എന്താവില്ല, ഒരു മേടൂലായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ. അങ്ങനെയൊന്നും ആവണമെന്നില്ല, ആ ജമാഅത്തിന് അവിടെ എത്തിയാൽ മതിയേനി, അതെങ്കിലും കിട്ടിയാൽ മതിയേനി. ഇതായിരുന്നു മുൻഗാമികളുടെ ശൈലി. അവർ അതിൻ്റെ ഒരു പിന്നെ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് പറയാനാണ് അപ്പോൾ ഇത് പറയുന്നത്. മേടാൻ വേണ്ടി പൊന്തിച്ച ആമർ ബാങ്കട് കേട്ട അപ്പട വെക്കുന്നു, അവിടെ മേടും കൂടി ഇല്ല. ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് വൽ യക്കുൻ ബി ഖൽബിഹി, അവൻ ഖൽബ് കൊണ്ടാവണം ഫിസൂഖി, അങ്ങാടിയിൽ തന്നെ ദാക്കിറുൻ ലില്ലാഹി, അള്ളാഹ്ക്ക് ദിക്റണം. അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും ഓൻ്റെ ഖൽബ് ദാക്കിറുൻ ലില്ലാഹി ആയിരിക്കും മാറണം. ഓൻ തടികൊണ്ട് ഓൻ്റെ നാവ് കൊണ്ടും ഒക്കെ ഇടപാടും പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഖൽബ് എപ്പോഴും പടച്ചവനായിട്ടാണ് ബന്ധം. അങ്ങനായി മാറാൻ കഴിയണം. അത്തരം ആളുകൾക്ക് വഖദ് വറദ ഫിഹി ഫദായിലു, കുറേ ഫദായിൽ അവൻ്റെ കാര്യത്തിൽ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, മൻ ദഖല സൂഖ, ഒരാൾ അങ്ങാടിയിൽ പ്രവേശിച്ചാൽ, അങ്ങാടി ചെന്നപ്പോൾ അങ്ങനെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിക്കൽ ഖൈർ ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അങ്ങാടി കയറുമ്പം ചൊല്ലിയാൽ കതബല്ലാഹു ലഹു അൽഫൈ അൽഫ ഹസനത്തിൻ, അൽഫൈ അൽഫ് 2000 എന്ന് പറഞ്ഞാൽ 20 ലക്ഷമായി, 20 ലക്ഷം ഹസനത്തോനെ അള്ളാഹു തആല എഴുതി വെക്കുന്നു. അങ്ങാടി കയറുമ്പം ചെല്ലാനുള്ള ദിക്റാണത്. നമുക്ക് അങ്ങാടി കയറും. അപ്പോൾ അങ്ങാടി എന്ന് പറഞ്ഞാൽ ദുന്യാവിൻ്റെ ഏറ്റവും
പ്രധാനമായിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ നിൽക്കുമ്പം അങ്ങാടി പോകേണ്ടി വരും. ഓൻ്റെ തടി കൊണ്ടൊക്കെ അവിടെ പക്ഷേ കൽബ് ഇങ്ങനെ പഠിച്ചവനായിട്ട് ബന്ധം. നമുക്ക് ഇങ്ങനെയൊക്കെ ചെല്ലാൻ പറ്റും അങ്ങാടിയിലെത്തുമ്പോൾ. അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ഓൻ ഇത്രയും അധികം പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും എന്ന് പറയണം. അതുപോലെ എംബഗി അത്യാവശ്യമാകും യക്കൂന മുറാഖിബല്ലി മുആമലത്തിഹി, അവൻ്റെ ഇടപാടുകളിലൊക്കെ നല്ല നിരീക്ഷണമുള്ളവനാവണം. നമ്മളൊക്കെ എന്ത് കച്ചവട ഇടപാട് നടത്തുമ്പോഴും നല്ല ശ്രദ്ധ വേണം. എന്തിനാ ശ്രദ്ധ അറിയോ? ഈ കച്ചവടത്തിൻ്റെ പേരിൽ ഹിസാബിൻ്റെ അന്ന് കുടുങ്ങരുത്. ഓരോ കച്ചവടം ചെയ്യുമ്പോൾ ഓർമ്മേണ്ട സംഗതിയാണിത്. ഈ ഇടപാടുമ്പോൾ പാലത്തിങ്ങന്ന് ഇന്നെ പടച്ചോൻ പേളക്കിട്ട് പിടിക്കണ സാഹചര്യം ഉണ്ടായിരുന്നു ആലോചിക്കുക. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മുകളിൽ പറഞ്ഞു. ഇനി മൊത്തം പറയാണ്. ഞാൻ മുകളിൽ പറഞ്ഞതോ പറയാത്തതോ എന്ത് കാര്യമാവട്ടെ, ഹിസാബിൻ്റെ മുമ്പിൽ, പടച്ചവൻ്റെ മുമ്പിൽ, ഹിസാബിൻ്റെ മുമ്പിൽ കുടുങ്ങാൻ സാധ്യതയുള്ള എന്ത് കാര്യമുണ്ടോ അതൊക്കെ നിരീക്ഷിക്കുക. അതാ വെമ്പി അയ്യക്കൂന മുറാഖിബല്ലി മുആമലാത്തി, തൻ്റെ ഇടപാടിനെ അവൻ നിരീക്ഷിക്കണം. ഹത്താ ലാ യജ്രി ഫിഹാ, ഇടപാടിൽ നടക്കാതിരിക്കാൻ. മാ യതഅദ്ദറു അലൈഹിൽ ഖുറൂജു മിൻ ഉഹ്ദത്തിഹി യൗമൽ ഹിസാബി, ഹിസാബിൻ്റെ ദിവസം ഉത്തരവാദിത്വത്തിൽ നിന്ന് അവന് പുറത്ത് കടക്കൽ പ്രയാസമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ഈ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ ഞാൻ മഹ്ശറെ വെച്ചിട്ട് കുടുങ്ങും എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സൂക്ഷിക്കുക. കാരണം ഫൈന്നഹു സയുഹാസബു, അവനെ ഹിസാബ് ചെയ്യപ്പെടും. അലാമാ ജറാ മിൻഹു മിനൽ മുആമലാത്ത്, അവരിൽ നിന്ന് നടന്ന എല്ലാ ഇടപാടുകളും ചോദ്യം ചെയ്യപ്പെടും. വയുത്താലബു ഫിഹ ബിനിയത്തിഹി, അതൊക്കെ ഓനോട് ആവശ്യപ്പെടും. ഓൻ്റെ നിയ്യത്ത് എന്തായിരുന്നു എന്നുള്ളത് നിയ്യത്തനുസരിച്ചുണ്ടാകുക. അതാണ് ഈ ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്നൊക്കെ പറഞ്ഞത്. ഓരോരുത്തർ എന്തിനു വേണ്ടി ഒരു ദുരുദ്ദേശത്തോടു കൂടി എന്ത് കാര്യം ചെയ്താലും ഒക്കെ പടച്ചവൻ്റെ അടുത്ത് പൊളി. അപ്പോൾ തൻ്റെ നിയ്യത്തനുസരിച്ച് അവിടെ ചില കാര്യങ്ങൾ അന്വേഷിക്കപ്പെടും. വബി ഹുഖൂഖിന്നാസി, ജനങ്ങളെ ഹക്കുകൾ, അഹഫിളഹ അം വയ്യാഹ, അതവൻ സൂക്ഷിച്ചിട്ടുണ്ടോ അതല്ല അവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, ജനങ്ങളുടെ കടപ്പാടുകൾ, ജനങ്ങളോടുള്ള ഇടപാടുകൾ, ഹക്കുകൾ അതവൻ വീട്ടിയവനാണോ നഷ്ടപ്പെടുത്തിയവനാണോ, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടം നമുക്ക് വരാനുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി റബ്ബിൻ്റെ മുമ്പിൽ കുടുങ്ങാൻ സാധ്യതയുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കരുതുക. അതിലെല്ലാം പൊട്ടിപ്പഞ്ഞ്. വല്ലാഹു അഅലം ബിസ്സവാബ്. അപ്പോൾ ഈ ശ്രദ്ധയോടു കൂടിയായിരിക്കണം ഇത്തരം ഇടപാടുകളും കച്ചവടങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ആ ബാബ നമുക്ക് അവസാനിച്ചിട്ട് 97-ാം പേജ് കഴിഞ്ഞു. ഈ 98-ാം പേജിലാണ് നമുക്ക് ഹലാൽ ഹറാമാണ്. നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.